രാവിലെ 7 മണിക്ക് യാത്ര ആരംഭിച്ചു. ഇതൊരു ബൈക്ക് റൈഡാണ്, പക്ഷേ ഞങ്ങൾക്കിതൊരു അനുഭവമായിരുന്നു. പ്രകൃതിയുടെ കാതു ചായുന്നതും മഴയുടെ തുള്ളികൾ മുഖത്ത് പതിക്കുന്നതും പച്ച നിറമുള്ള മലകളും നദികളും മനസ്സിൽ തങ്ങുന്നതും. അതെ, മാമലക്കണ്ടത്തേക്കാണ് ഈ ഒരു യാത്ര. രാവിലെ വീട് വിട്ട് 1 മണിക്കൂറിനുള്ളിൽ കോതമംഗലത്തേക്ക് എത്തി. നെല്ലിക്കുഴിയിൽ നിന്ന് അജിത്ത് കൂട്ടിച്ചേർന്നു. അവിടെ നിന്ന് ഉദുപ്പി ഹോട്ടലിൽ ചൂടുള്ള പൂരിയും ചട്നിയും യാത്രയ്ക്ക് ഊർജ്ജം നൽകി. അതിനുശേഷം നേരെ തട്ടേക്കാടിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ വഴിയിൽ ഞങ്ങൾ വഴിതിരിച്ച് ഒരിടത്തേക്ക് പോയി. കേരളത്തിന്റെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരിടം. ഇതാണ് ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്തുള്ള ഒരു പ്രകൃതി കാഴ്ചകളുടെ സ്വർഗം. ഡാമിന്റെ ഷട്ടർ തുറന്നതിനാൽ വെള്ളമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനു പകരം പച്ച നിറത്തിലുള്ള വിസ്മയമായ വയലുകൾ, ഒഴുകുന്ന നദിയും ഇവിടെ ഇരിക്കുന്നത് പോലും മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ഭാവം. വീണ്ടും ചെറിയ മഴ പെയ്തതിനു ശേഷം നമ്മളെ ഒപ്പം കൂട്ടുന്ന പ്രകൃതിയുടെ കൈപിടിച്ച് ഒരു അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. തുടർന്ന് തട്ടേക്കാടിലേക്കുള്ള വഴിയിൽ തിരിച്ചുപോയി. വഴിയിലൊക്കെ വലിയ റംബൂട്ടാൻ മരങ്ങൾ, ഇടയ്ക്കിടെ പെട്ടെന്നുള്ള മിസ്റ്റ്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ശരീരവും മനസ്സും അതിലലിഞ്ഞു. ഇതിനുശേഷം ഞങ്ങൾ എത്തിയത് മാമലക്കണ്ടം വനമേഖലയിലാണ്. ഇത് എറണാകുളം ജില്ലയിൽപ്പെട്ട ഒരു വനപ്രദേശമാണ്. റോഡുകൾ മിക്കവാറും കോൺക്രീറ്റിലാണ്, പക്ഷെ ചിലയിടങ്ങളിൽ തകർച്ചയുണ്ട്. അതൊരു ഓഫ് റോഡ് അനുഭവമാണ് നൽകിയത്. കാട്ടിലൂടെ കയറുമ്പോൾ പാറകൾ കയറി നല്ല നല്ല കാഴ്ചകളുള്ള പോയിന്റുകളുണ്ട്. ഒരു വലിയ പാറ കയറി മുകളിൽ നിന്നുള്ള കാഴ്ച, മലകളും മേഘങ്ങളും നിറഞ്ഞ കാഴ്ച, എങ്ങും ശാന്തത. അത് വായനയിലൂടെ നമുക്ക് കിട്ടില്ല കേട്ടോ. പിന്നീട് മാമലക്കണ്ടം സ്കൂളിലെത്തിയപ്പോൾ ഞായറാഴ്ച ആയതിനാൽ ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സ്കൂളിന്റെ പിന്നിലെ വെള്ളച്ചാട്ടം മഴയ്ക്ക് ശേഷം സജീവമായത് ഒരു ആകർഷകമായ ദൃശ്യമായിട്ട്. ഇവിടെ നിന്നുള്ള ജീപ്പ് സഫാരി 2000 രൂപയ്ക്ക് 6 പേർക്ക് പോകാം കോയിനിപ്പാറ എന്ന പ്രദേശത്തേക്ക്. ഓഫ് റോഡ് റൂട്ടിലൂടെ 3 വ്യൂ പോയിന്റുകളെല്ലാം കണ്ട് കാടുകളും പാറകളും നിറഞ്ഞൊരു ദൃശ്യം. ഉച്ചയ്ക്ക് വിശന്നപ്പോൾ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമീണമായ ഹോട്ടലിൽ കയറി ചോറും സാമ്പാറും പച്ചമുളകും തോരനും ഉള്ള ഹോം സ്റ്റൈൽ ഭക്ഷണം. വഴിയിൽ 2 പാമ്പുകൾ ഞങ്ങൾക്ക് വട്ടം വെച്ചിട്ടാ, ഒരു മൂർഖനും ഒരു അണലിയും. വൈകിട്ട് 7 മണിയോടെ വീടെത്തിയപ്പോൾ ശരീരത്തിൽ സുന്ദരമായ ഒരു ക്ഷീണവും മനസ്സിൽ ഒരു സമാധാനവും കിട്ടി. പ്രകൃതിയെ ഓർത്ത് യാത്രയുടെ ഓരോ കാഴ്ചയും മനസ്സിൽ പകർത്തി അതിരില്ലാത്ത ഓർമ്മകളുമായി അടുത്തൊരു യാത്രക്കായി.